ശ്രീ ലിജു, അപ്പോൾ പിന്നെ കെ എം മാണിയുടെ ഈ ചിരി, കെ എം മാണി പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ചില പ്രതീക്ഷകൾ, കെ എം മാണി മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങൾ, ഇന്നത്തെ അഭിമുഖത്തിൽ കെ എം മാണി വളരെ കൃത്യമായി പറയുന്നു, കോൺഗ്രസുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ ലോക്സഭാ സീറ്റും കൂടുതൽ നിയമസഭാ സീറ്റും പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ്. സമ്മർദ്ദ തന്ത്രം പയറ്റുകയാണോ കെ എം മാണി യു ഡി എഫിനോടും അതുപോലെ തന്നെ എൽ ഡി എഫിനോടും? ശ്രീ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. വ്യത്യസ്തമായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ടാണല്ലോ മുന്നണി സമ്പ്രദായത്തിൽ മത്സരിക്കേണ്ടി വരുന്നത്. അതല്ല എങ്കിൽ ഒരു പാർട്ടിയായി നിന്നാൽ മതിയായിരുന്നല്ലോ. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് അവകാശവാദങ്ങളുണ്ടാകും. തിരഞ്ഞെടുപ്പ് സമയത്ത് അവരവരുടെ അവകാശവാദം പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയിലെ വളരെ പ്രമുഖരായ നേതാക്കന്മാരും നേതൃത്വവും ഇടപെട്ട് ഈ വിഷയങ്ങൾക്ക് തീർപ്പുണ്ടാക്കും. അത് തെരഞ്ഞെടുപ്പ് മുഖത്ത് വെച്ചല്ല ആ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്, സർക്കാർ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴാണ് എന്നതാണ് ഈ സമ്മർദ്ദ തന്ത്രത്തിന്റെ ആഴം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമം ചാനൽ അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അതിന് അദ്ദേഹം മറുപടി പറയുക അല്ലാതെ ഒരു ദിവസം പത്രസമ്മേളനം നടത്തി ഇന്ന ലോക്സഭാ സീറ്റ് വേണം, ഇത്ര ലോക്സഭാ സീറ്റ് കൂടുതൽ വേണം എന്ന് അദ്ദേഹം പറഞ്ഞതായി ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ശരീരഭാഷയെക്കുറിച്ചൊക്കെ പ്രതിപക്ഷത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വാക്കുകൾ വ്യാഖ്യാനം കേൾക്കുമ്പോൾ പണ്ടേതോ ഒരു സിനിമയിൽ ഞാൻ ഓർക്കുന്നു, മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം, മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ശിങ്കിടിയായി നിൽക്കുന്നത് ജഗദീഷാണ്. ആ കഥാപാത്രം, മമ്മൂട്ടിയുടെ കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് ഷർട്ട് വലിച്ചിടുന്ന് കാണുമ്പോൾ ജഗദീഷ് അടുത്തിരിക്കുന്ന ആൾക്കാരോട് പറയും, ഈ ഷർട്ട് വലിച്ചിടുന്നതിന് ചില സൂചനകളുണ്ട്, ഇതാണ് അതിൻ്റെ കാര്യം, അതുകൊണ്ട് പൈസ അപ്പുറത്ത് കൊടുത്തേര് എന്ന് പറയുന്നത് പോലെയുള്ള ചില വ്യാഖ്യാനങ്ങളാണ്. ലിജു, കെ എം മാണി എന്ന് പറയുന്ന വളരെ സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചേഷ്ടകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രതീക്ഷകളെ അത്ര ലളിതമായി കാണാനാകുമോ കോൺഗ്രസിന്? അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയല്ല കുറ്റപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ മറുപടി പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്ന പുറത്ത് നിൽക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ സിനിമയിലും മമ്മൂട്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. പക്ഷെ വ്യാഖ്യാനിക്കുന്നവർ അതിന് മറ്റ് വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരം വ്യാഖ്യാനങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം വളരെ പോസിറ്റീവായ രീതിയിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ അനിവാര്യമായ ഘടകകക്ഷി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അതിന് ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങളുടെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നു. ശ്രീ ബിനോയ് വിശ്വം, ഇപ്പോൾ ലിജു ചോദിച്ചതുപോലെ ഇടതുമുന്നണിയുടെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, ശക്തമായ സമരങ്ങളിലൂടെ മറ്റ് മാർഗങ്ങളിലൂടെ ഈ സർക്കാരിനെ താഴെയിറക്കുക, നിലവിലുള്ള പ്രശ്നം വെച്ചുകൊണ്ട് സോളാർ പ്രശ്നത്തിൽ മുൻനിർത്തി ശക്തമായ സമരങ്ങളിലൂടെ ഈ സർക്കാരിനെ താഴെയിറക്കുക എന്നത് ഒരു വഴി. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് താങ്കൾ പറഞ്ഞ ജനവിധി ഇടതുമുന്നണിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊരു സാധ്യത. അതിലപ്പുറത്തേക്ക് രണ്ടാമത്തെ സാധ്യത, യു ഡി എഫിൽ ഘടകകക്ഷികൾ, മാണി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അതൃപ്തി കൊണ്ട് എന്ന് നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇറക്കിക്കൊണ്ടുവന്ന് മറ്റൊരു സർക്കാർ രൂപീകരിക്കുക, പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ സാധ്യത തേടുക. ഇതിൽ ഏതാണ് ഇടതുപക്ഷത്തിന് അഭികാമ്യം? ഞങ്ങൾ ഒന്നിലേറെ പ്രാവശ്യം ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള പഴുതുള്ള കാര്യങ്ങളല്ല. അതിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീ ബിനോയ് വിശ്വം അതിൽ വ്യക്തത ഇപ്പോഴും വരുന്നില്ല. ബദൽ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. നല്ല വ്യക്തതയുണ്ടല്ലോ, നല്ല വ്യക്തതയുണ്ട്. ഞങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും ജനകീയ ആവശ്യങ്ങളുടെയും പാതകളിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമാന്തരമായി തന്നെ യു ഡി എഫിനകത്ത് ആഭ്യന്തര കുഴപ്പങ്ങളുടെ ഒരു വലിയ പെരുമഴ പെയ്യുന്ന കാഴ്ച ഞങ്ങളും കാണുന്നുണ്ട്, നാടും കാണുന്നുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ കോമൺ മിനിമം പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു, ഇലക്ഷനിൽ മത്സരിച്ചപ്പോഴുള്ള പൊതുപരിപാടിയെപ്പറ്റി പറഞ്ഞു. ആ പൊതുപരിപാടിക്കകത്ത് എവിടെയാണ് തട്ടിപ്പുകൾക്കിടമുണ്ടായിരുന്നത്? എവിടെയാണ് യു ഡി എഫ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അഴിമതി താവളമാക്കി മാറ്റുമെന്ന്? എവിടെയാണ് യു ഡി എഫിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് എല്ലാത്തരം കള്ളന്മാർക്കും കൊള്ളക്കാർക്കുമുള്ള ആശ്രയ കേന്ദ്രമായിട്ട് തന്നെ മാറ്റുമെന്ന്? അപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാമിൽ നിന്ന്, യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ നിന്ന് യു ഡി എഫ് ബഹുദൂരം മാറിപ്പോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അതിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാനോ കഴിയുകയില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വന്തം വിമർശനങ്ങൾ അല്ലെങ്കിൽ അവർഷം, രോഷം, അതെല്ലാം കാലാവസ്ഥയുടെ ഫലമായിട്ടോ മഴയുടെ പേരിലോ ഒക്കെ ഒരു നേതാവ് പറയുമ്പോൾ ആ നേതാവിനെ മമ്മൂട്ടി കഥാപാത്രത്തിനെ പോലെ താരതമ്യം ചെയ്തുകൊണ്ട്
നിസ്സാരവൽക്കരിക്കുന്ന വ്യാഖ്യാതാക്കൾ കോൺഗ്രസിലുണ്ടായാൽ അത് കോൺഗ്രസിനകത്തുള്ള UDF-നകത്തുള്ള ആഭ്യന്തര ബന്ധങ്ങളെ സഹായിക്കുമോ എന്ന കാര്യം ലിജു അടക്കമുള്ള കോൺഗ്രസ് വ്യക്തമാക്കി ചിന്തിക്കേണ്ട ഒന്നാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് കൂനിന്മേൽ കുരു പോലെ UDF-നകത്ത് കോൺഗ്രസിനകത്ത് ദിനേന പ്രശ്നങ്ങളുണ്ടാവുകയാണ്. ഈ പ്രശ്നങ്ങളൊന്നും ചുക്ക് കഷായം കുടിച്ചാൽ മാറുന്നതല്ല. ചെറിയ ചെറിയ ഒത്തുതീർപ്പ് കൊണ്ടോ ചെറിയ വർത്തമാനം കൊണ്ടോ നേതാക്കളെല്ലാം ഒരുമിച്ചിരുന്നാൽ കോവളത്ത് പോയി കമ്പറ്റ് കൂടിയാൽ തീരുന്ന കാര്യങ്ങളോ അല്ല. അവസാനമായി അജിത് കുമാറിലേക്ക്. ശ്രീ അജിത് കുമാർ, നാളെ RSPയുടെയും CPIയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മും അടിയന്തരമായി അവരുടെ നേതൃയോഗം വിളിച്ചിരിക്കുന്നു. ഇന്ന് KM മാണി പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താനില്ല. ഈ പ്രസ്താവനയോടുകൂടി ഇപ്പോൾ ഉയർന്ന അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ചർച്ചകൾ അവസാനിക്കുമോ? താങ്കൾ ദീർഘകാലം തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായിരുന്ന ആളാണ്. കേരള രാഷ്ട്രീയം ഒരു ധ്രുവീകരണത്തിൻ്റെ ചൂടിലേക്ക് പോകുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാവ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. KM മാണി ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ട് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞ ഒരു രാഷ്ട്രീയം, ബിനോയ് വിശ്വം വളരെ ഫിലോസഫിക്കലായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷേ കാർൽ മാർക്സിൻ്റെ ഭാഷയിലാണ് ബിനോയ് വിശ്വം സംസാരിക്കുന്നത്. പ്രായോഗിക രാഷ്ട്രീയം അതല്ല. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എന്താ? ഈ ഗവൺമെൻറ് അട്ടിമറിക്കാൻ CPI താല്പര്യമുണ്ട്. ഉമ്മൻചാണ്ടി മാറണമെന്നല്ല, UDF മാറണം, ഗവൺമെൻറ് സർക്കാർ മാറണം എന്ന് CPI ആഗ്രഹിക്കുന്നു. എന്നാൽ CPM അതിന് തയ്യാറില്ല. ഉമ്മൻചാണ്ടി മാത്രം മാറിയാൽ മതി എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കുന്നത്, പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയൻ്റെ പച്ചക്കൊടി ഉണ്ടായാൽ ഈ ഗവൺമെൻറ് പിറ്റേ ദിവസം മാറും. MP വീരേന്ദ്രകുമാറും VS അച്യുതാനന്ദനുമായി ചർച്ച നടന്നില്ലേ? VS-നെ മുഖ്യമന്ത്രിയാക്കാനോ ആ ഒരു സാധ്യത ഇല്ലാതാക്കാനല്ലേ CPM ഉൾപ്പെടെ ശ്രമിക്കുന്നത്? അപ്പോൾ പ്രതിപക്ഷത്ത് ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ട്. CPI ആകട്ടെ ഈ ഭരണത്തെ ആകെ മാറ്റണം, UDF-ൽ നിന്നും കക്ഷികളെ അടർത്തി മാറ്റിക്കൊണ്ട് ഭരണം അട്ടിമറിക്കുക എന്നുള്ള വേർഡ് തെറ്റായിട്ടല്ല, മാറ്റണം എന്നൊരാഗ്രഹം നിൽക്കുന്നു. CPM ആകട്ടെ അത് വേണ്ട, മുഖ്യമന്ത്രി മാത്രം മാറിയാൽ മതി എന്നൊരു നിലപാടെടുക്കുന്നു. ഇത് കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തുണ്ടായ വിള്ളലല്ലെങ്കിൽ പിന്നെ എന്താണ്? അത് ബിനോയ് വിശ്വത്തിന് ആൻസർ പറയാൻ പറ്റുമോ? ഇവിടെ UDF രാഷ്ട്രീയത്തിൽ കോൺഗ്രസും UDF-ഉം ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പേരുദോഷം വെച്ചുകൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ടാണല്ലോ ലിജുവിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്കില്ലെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണുള്ളത്. അത് എങ്ങനെ തരണം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കിടയിലാണ് ഈ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകുന്നത്. മുന്നണി ബന്ധങ്ങളിൽ തന്നെ, ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയാണ് ഞാൻ കാണുന്നത്. ശ്രീ ബിനോയ് വിശ്വം, പ്രതിപക്ഷത്തുമുണ്ട് ഭിന്നത എന്ന് അജിത് കുമാർ ആരോപിക്കുന്നു. അതിന് വളരെ ചുരുക്കിയൊരു മറുപടി, അത്തരമൊരു ഭിന്നത നിലനിൽക്കുന്നത് കൊണ്ടാണോ ഈ സർക്കാർ ഇപ്പോഴും തുടരുന്നത്? അജിത്ത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ സാധാരണ ശൈലിയിൽ കാര്യങ്ങളെ കാണുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. LDF-ലെ എല്ലാ പാർട്ടികളും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന്. ഏത് പാർട്ടിയാണ് പറഞ്ഞത് ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ മാറ്റി വേറൊരാളെ നേതാവാക്കാൻ നിൽക്കുകയാണെന്ന്? ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല. CPM-ൻ്റെ ആധികാരിക വക്താക്കളായ അതിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഒന്നിലേറെ പേർ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയ മാറ്റമല്ലാതെ നെറികെട്ട പിൻവാതിലിൽ കൂടിയുള്ള രാഷ്ട്രീയ മട്ടത്തിന് ഇല്ല എന്ന് CPIM വ്യക്തമാക്കിയിട്ടുണ്ട്, CPI വ്യക്തമാക്കിയിട്ടുണ്ട്, RSP വ്യക്തമാക്കിയിട്ടുണ്ട്, LDF എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് LDF-ന്റെ നയം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കേരള രാഷ്ട്രീയം ഒരു ധ്രുവീകരണത്തിന്റെ മുന്നിലോ എന്നതാണ് ഈ സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്തത്. വളരെയധികം നന്ദി ശ്രീ ബിനോയ് വിശ്വം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ M ലിജു, R അജിത് കുമാർ ഈ ചർച്ചയിൽ സഹകരിച്ചതിന്